JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന മിഥുനമാസത്തെ ഫലമാണ്. ജൂൺ 15-ാം തീയതി മുതൽ ജൂലൈ 16-ാം തീയതി വരെയുള്ള തുലാം രാശിക്കൂറുകാരായ ചിത്തിരയുടെ 3-4 പാദങ്ങൾ, ചോതി വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. തുലാം രാശിക്കൂറിൻ്റെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ മേടൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ജൂൺ 29 വരെ ശുക്രൻ മേടൻ രാശിയിലും അതിനുശേഷം ജൂൺ 29 മുതൽ ഇടവൻ രാശിയിലേക്കും ശുക്രൻ മാറും. തുലാം രാശിക്കൂറുകാർക്ക് ശുക്രൻ 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലുമായിട്ടാണ് മിഥുനമാസത്തിൽ സഞ്ചരിക്കുന്നത്. 7-ാം ഭാവം എന്ന് പറയുമ്പോൾ വിവാഹം, ദാമ്പത്യ ജീവിതം, അതുപോലെ കാമവികാരം, ആഗ്രഹം, ക്രയവിക്രയം, സഞ്ചാരം, കാര്യസാധ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ 7-ാം ഭാവം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, വേറെയുണ്ട്. ശുക്രൻ സൗന്ദര്യവും സമ്പത്തും പ്രഭുത്വവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒക്കെ നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അത് പല വീഡിയോയിലും പറഞ്ഞിട്ടുമുണ്ട്. ഭക്ഷണസുഖം, ശയനസുഖം, സ്ത്രീസുഖം മുതലായ ഭൗതിക സുഖ സൗകര്യങ്ങൾ ധാരാളം നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. എന്നാൽ 7-ലെ ശുക്രൻ ചില തടസ്സങ്ങളും കലഹങ്ങളും പലർക്കും ഉണ്ടാക്കാറുണ്ട്. 7-ലെ ശുക്രൻ സൗന്ദര്യമുള്ള കളത്തരത്തെ നൽകും എന്നും പറയുന്നുണ്ട്. സമ്പത്തും മറ്റ് സൗകര്യങ്ങളും ഉണ്ടായാലും 7-ലെ ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൽ സുഖത്തെ കുറയ്ക്കും. ജൂൺ 29 വരെ ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. മേടൻ രാശി ചൊവ്വയുടെ രാശിയാണ്. അപ്പോൾ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള ഒരു ബന്ധം നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ, 7-ാം ഭാവമായി ശുക്രൻ ഈ മേടൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് അതത്ര നല്ല ഫലം നൽകത്തില്ല. സാമ്പത്തിക ചിലവൊക്കെ വർദ്ധിക്കും. സ്ത്രീ വിഷയത്തിൽ ചില അപവാദങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത വരാം. പരസ്പരം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില കലഹങ്ങളും യോജിപ്പ് കുറവും, സ്ത്രീ മൂലം എന്തെങ്കിലുമൊക്കെ കലഹമോ വഴക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അപവാദങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മേടത്തിലെ ശുക്രൻ നൽകാറുണ്ട്. ജൂൺ 29 മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ സ്വന്തം ഭവനത്തിൽ ഇടവൻ രാശിയിലേക്ക് മാറും. അത് പല വിധത്തിലും ഗുണം ചെയ്യുന്ന ഒരു ഭാവമാണ്, അല്ലെങ്കിൽ രാശിയാണ്. സമ്പത്തും പ്രതാപവും സുഖവും എല്ലാം നൽകുന്ന ഒരു സ്ഥാനമാണ് ശുക്രൻ്റെ ഇടവൻ രാശി. ഇവിടെ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ തുലാക്കൂറുകാർക്ക് അഷ്ടമരാശിയായിട്ട് വരുന്നുണ്ട്. അഷ്ടമമായാലും ശുക്രൻ വലിയ ദോഷമൊന്നും നൽകുന്നില്ല. സാധാരണ ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ വലിയ ഗുണമൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്നത് പോലെയല്ല അഷ്ടമത്തിലെ ശുക്രൻ. സ്ത്രീജാതകത്തിൽ ശുക്രൻ 7-ൽ നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ദോഷമൊന്നുമല്ല. സ്ത്രീകളെ സംബന്ധിച്ച് 7-ൽ ശുക്രൻ നിൽക്കുക എന്ന് പറയുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം വളരെ സന്തോഷകരവും ആനന്ദകരവും ഒക്കെ ആകാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 7-ലെ ശുക്രൻ പരസ്ത്രീ ബന്ധം എന്ന ചീത്തപ്പേരുണ്ടാക്കും, അല്ലെങ്കിൽ അപവാദം ഉണ്ടാക്കും. അതുപോലെ 7-ലെ ശുക്രൻ കളത്തരത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകാം. ശുക്രന് പാപയോഗ ദൃഷ്ടികൾ ഉണ്ടെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം അഥവാ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ മിക്കവാറും വഴക്കും കലഹവും ഒക്കെ ആയി തന്നെ മുന്നോട്ട് പോകും. 8-ലെ ശുക്രൻ വീട് മനോഹരമാക്കാനും വേണ്ട സാധന സാമഗ്രികളൊക്കെ സജ്ജീകരിക്കാനും ഭംഗിയായി നിലനിർത്താനും ആഡംബര സൗകര്യവും ഒക്കെയാണല്ലോ, അതുപോലെ നല്ല ഭംഗിയും ആഡംബരവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക ഉള്ളത്, അങ്ങനെയൊക്കെ ശ്രമിക്കും. അതുപോലെ ഉപജീവന മാർഗം കണ്ടെത്തുന്നതും അഷ്ടമം കൊണ്ടാണ്. 8-ാം ഭാവം വേറെ തരത്തിൽ പറയുന്നത് ഔഷധത്തെ സൂചിപ്പിക്കാറുണ്ട്. ഔഷധം എന്ന നിലയിൽ 8-ാം ഭാവം ചിന്തിക്കാറുണ്ട്. അങ്ങാടിക്കട, ആയുർവേദ, ഹോമിയോ മരുന്ന് വിൽപ്പനശാലകൾ, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെ ഉള്ളതിനെയും സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ സുഖചികിത്സയും ശുക്രന് പറഞ്ഞിട്ടുള്ളതാണ്.
തുലാം രാശിക്കാർക്ക് 2ാം ഭാവാധിപനായ ചൊവ്വ 11ാം ഭാവമായി ചിങ്ങത്തിൽ കേതുവിൻ്റെ യോഗം ചെയ്താണ് നിൽക്കുന്നത്. ഇത് ലാഭസ്ഥാനത്താണ്. 11ാം ഭാവം എന്ന് പറയുന്നത് വരവിൻ്റെയും ലാഭത്തിൻ്റെയും ഒരു സ്ഥാനമായിട്ടാണ് കണക്കൂട്ടുന്നത്. ജ്യേഷ്ഠ സഹോദരങ്ങൾ, സമ്പാദ്യം, ധനലാഭം മുതലായ കാര്യങ്ങളെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാവം കൂടിയാണ്. ചൊവ്വ ഭൂമികാരകനായതുകൊണ്ട് ഭൂമി ലാഭം, അതുപോലെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ നടത്തുന്നവർ, ബിൽഡേഴ്സ്, ഭൂമിയുടെ ക്രയവിക്രയം അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നവർ, ഇവർക്കൊക്കെ നല്ല സമയമാണ്. അതുപോലെ ലാഭത്തിൽ ഭൂമി വാങ്ങാനും വാങ്ങിയ ഭൂമി ലാഭത്തിൽ വിൽക്കാനും ഈ സമയത്ത് സാധിക്കും എന്നുള്ളതാണ്. 11ാം ഭാവം എന്ന് പറഞ്ഞാൽ ആഗമന സ്ഥാനമാണ്. 11ൽ ചൊവ്വ വരിക എന്ന് പറഞ്ഞാൽ ഭൂമിയും സ്വർണവും അതുപോലുള്ള ദ്രവ്യങ്ങളും ധനവും ഇങ്ങോട്ട് വന്നു കയറും എന്നാണ് എൻ്റെ ഒരു സൂചന. അപ്പോൾ 7ാം ഭാവാധിപനായ ചൊവ്വ ആയതുകൊണ്ട് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവം മേടൻ രാശിയാണല്ലോ. അപ്പോൾ 7ാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. അങ്ങനെയുള്ള ചൊവ്വ 11ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഭൂമി സംബന്ധമായ ലാഭം എന്ന് ഞാൻ പറയുന്നത് 7ാം ഭാവത്തിൻ്റെ സൂചന തരുന്നത് കൊണ്ട് പങ്കാളിയുടെ വക സ്വത്തുക്കൾ അല്ലെങ്കിൽ കുടുംബ സ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യത വരാം, അല്ലെങ്കിൽ ആ പേരിൽ വസ്തു വാങ്ങിക്കാനുള്ള സാധ്യത വരാം, അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, വ്യാഴം ഈ 3 ഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ സൂര്യ ബുധയോഗം എന്ന് പറയുന്നത് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ നിപുണ യോഗമാണ്. അത് വിദ്യാഭ്യാസം മൂലം ലഭിക്കാവുന്ന പുരോഗതിയെയും, ബുധൻ സ്വക്ഷേത്രവാനായി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിയും വിദ്യയും ധാർമ്മികതയും എല്ലാ കാര്യത്തിലും വേണ്ട അറിവും സാമർഥ്യവും ഒക്കെ ഉണ്ടാകും. അതുപോലെ ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ടാകാം. നന്നായി സംസാരിക്കുക, അതുപോലെ തന്നെ ഭാഗ്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുക. 9ാം ഭാവമാണല്ലോ. അപ്പോൾ 12ാം ഭാവാധിപത്യം ബുധന് ഉണ്ടെങ്കിലും, കാരണം കന്നിരാശിയുടെയും കൂടി ആധിപത്യം ബുധന് വരുമല്ലോ, 9ാം ഭാവാധിപൻ 9ൽ തന്നെ സഞ്ചരിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് വളരെ മെച്ചപ്പെട്ട ഒരു കാലം തന്നെയാണ്. അതുപോലെ വ്യാഴം ശത്രുരാശിയിലാണെങ്കിലും, കാരണം വ്യാഴത്തിൻ്റെ ശത്രുവാണല്ലോ ബുധൻ, അങ്ങനെ 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ 9ലെ വ്യാഴം പിതൃഭാഗ്യം ഉണ്ടാക്കിത്തരും. അതായത് പിതാവിൽ നിന്നും അച്ഛൻ്റെ വക സ്വത്തുക്കളോ മറ്റ് സൗകര്യങ്ങളോ സമ്പത്തോ അല്ലെങ്കിൽ സമ്പാദ്യമോ എന്തു തന്നെയായാലും, ഭൂമിയോ എന്തായാലും അതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം വരും. സദാചാരം, കീർത്തി, പുത്രഭാഗ്യം അതുപോലെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടാകും. 9ലെ വ്യാഴം പിതൃഭാഗ്യം, സദാചാരം, കീർത്തി, പുത്രഭാഗ്യം, അതുപോലെ ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും ദൈവാധീനം മൂലം പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടാകും. ഉയർന്ന ഉദ്യോഗമോ നല്ല നിലയിൽ ജീവിക്കാനുള്ള അവസരങ്ങളോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഉയർച്ചയും എല്ലാം തന്നെ വ്യാഴം നൽകും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂല ഭാവത്തിൽ ബലവാനായി നിൽക്കുകയാണെങ്കിൽ തുലാം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഭാഗ്യം ലഭിക്കുന്ന സമയമാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ 1, 4, 7, 10 ഭാവാധിപത്യമുള്ള വ്യാഴം 9ൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയം. ഇപ്പോൾ വ്യാഴത്തിന് കേന്ദ്രാധിപത്യം ദോഷമാണെന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. എന്നാൽ 9ാം ഭാവത്തിൽ വരുമ്പോൾ, അതായത് കേന്ദ്രാധിപത്യമുള്ള വ്യാഴം 9ാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. 6, 8, 12 ഭാവങ്ങളിലോ നീചത്തിലോ ക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുന്ന വ്യാഴം വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. 12ലെ വ്യാഴം മോക്ഷത്തെ ചെയ്യും, അല്ലെങ്കിൽ മോക്ഷത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. സ്ത്രീ ജാതകത്തിൽ 9ൽ വ്യാഴം ബലവാനായി നിൽക്കുകയാണെങ്കിൽ ദീർഘമംഗല്യ യോഗത്തെ പറയണം. അതുപോലെ അഷ്ടമത്തിൽ പാപൻ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ വൈധവ്യ യോഗത്തെ സ്ത്രീകൾക്ക് പറയാറുണ്ട്. അങ്ങനെയുള്ള യോഗമുള്ളവർക്കും, അതായത് അഷ്ടമത്തിൽ പാപൻ നിൽക്കുന്ന സ്ത്രീ ജാതകക്കാർക്കും 9ൽ വ്യാഴം നിൽക്കുന്നുണ്ട് എങ്കിൽ ആ അഷ്ടമത്തിലെ ദോഷം ഇല്ലാതാകുന്നു. 9ലെ വ്യാഴമുള്ള സ്ത്രീക്ക് നല്ല പുത്രജന്മം നൽകാൻ സാധിക്കുന്നു. അതായത് നല്ല ആരോഗ്യവും ബുദ്ധിയും കഴിവും ഉള്ള പുത്രന്മാർക്ക് ജന്മം നൽകാൻ 9ലെ വ്യാഴം സഹായിക്കും. അതുപോലെ
പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങളൊക്കെ ധാരാളം ലഭിക്കുകയും ചെയ്യും. പിതാവിൻ്റെ സ്വത്തുവകകൾ, പിതാവിൻ്റെ അനുഗ്രഹം, സന്തോഷം, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പിതാവിൽ നിന്ന് 9 വ്യാഴം നിൽക്കുന്നവർക്ക് ലഭിക്കും. സൂര്യ-ഗുരു യോഗം ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെ ലക്ഷണമായിട്ടും പറയും. അതായത് 9 സൂര്യൻ നിൽക്കുന്നത് പിതാവിനോട് നന്ദി കാണിക്കത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 9ാം ഭാവത്തിലെ വ്യാഴം നിൽക്കുമ്പോൾ പിതാവിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ലഭിക്കും. മറിച്ച് 9ാം ഭാവത്തിലെ ആദിത്യൻ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആദിത്യനും ബുധനും വ്യാഴവും 9ാം ഭാവത്തിൽ പെട്ട ആദിത്യനും ബുധനും കൂടി ചേരുമ്പോൾ നിപുണയോഗമാണ്. വിദ്യാഭ്യാസ സംബന്ധമായും തൊഴിൽപരമായും ഒക്കെ ഉള്ള മെച്ചത്തെയും പുരോഗതിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ 9ൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ സൂര്യൻ പിതാവിനെ കുറ്റം പറയും. അതായത് എന്തെല്ലാം പിതാവിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയാലും അതിന് തക്ക ഒരു നന്ദിയും സ്നേഹവും അല്ലെങ്കിൽ ഒരു കൂറുമൊന്നും അങ്ങോട്ട് കാണിക്കത്തില്ല. അതാണ്. അതുപോലെ ഇച്ചിരി മുൻകോപം, എടുത്തുചാട്ടം, പിതാവിനെ കുറ്റം പറയുന്ന ശീലം, അല്ലെങ്കിൽ ഏത് തരത്തിലായാലും അവർക്കൊരു അഭിമാനമായിട്ട് പറയുന്ന സ്വഭാവമൊന്നും പിതാവിനെ സംബന്ധിച്ചുണ്ടാകത്തില്ല. 9ലെ സൂര്യൻ രോഗാപത്തുകളെയും സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ വ്യാഴം കൂടി നിൽക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ ദോഷത്തിന് കുറവ് വരും. കാരണം ഈ മിഥുനമാസത്തിലെ ഫലത്തിൽ സൂര്യനും ബുധനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് പിതാവിൻ്റെ കാര്യം പറഞ്ഞത് അത്രമാത്രം ഫലപ്രാപ്തിയിൽ വരത്തില്ല. പക്ഷെ ജാതകത്തിൽ നിങ്ങൾക്ക് 9ലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും പിതാവിനെ കൊണ്ടുള്ള ഗുണം ലഭിക്കുകയും ചെയ്യും, പിതാവിനെ കുറ്റം പറയുകയും ചെയ്യും. സൂര്യനും വ്യാഴവും ചേർന്ന് നിൽക്കുന്ന യോഗം 9ാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് തക്കവണ്ണമുള്ള ധാർമ്മികത പലപ്പോഴും ഇവർ കാണിക്കത്തില്ല. കാരണം നല്ല ജോലിയും അതുപോലെ നിലവാരവും ഒക്കെ തന്നെ ഉണ്ടായാലും അതനുസരിച്ചുള്ള വേണ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് ധാർമ്മികമായ കാര്യങ്ങൾ അത്ര അതിവിശാലമായിട്ടൊന്നും ഇവർക്ക് തോന്നത്തുമില്ല, ചെയ്യത്തുമില്ല. 5ാം ഭാവത്തിലെ രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് കുംഭൻ രാശി നിൽക്കുന്ന 5ാം ഭാവത്തിലെ രാഹു. 5ാം ഭാവത്തിലെ രാഹു എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് പല പ്രയാസങ്ങളെയും ഉണ്ടാക്കാം. 5ാം ഭാവം മനസ്സാണ്. അതുപോലെ മനസ്സ് ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് മാറാം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം, അല്ലെങ്കിൽ അത്ര വിശാലമായ കാഴ്ചപ്പാടൊന്നും വേണ്ട എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി ഉണ്ടാകാം. സന്താനങ്ങൾ മൂലം പ്രയാസം ഉണ്ടാകാം. 5ാം ഭാവമാണ്. അതുപോലെ 6ൽ ശനി നിൽക്കുമ്പോൾ ശത്രുനാശം, രോഗശാന്തി, അതുപോലെ കാര്യജയം, ഇങ്ങനെ കുറെ നല്ല ഫലങ്ങൾ 6ാം ഭാവത്തിലെ ശനി തരും. ശനി ബലവാനായിട്ട് ഇപ്പം 3, 6, 11 ഭാവത്തിലൊക്കെ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മകരം, കുംഭം രാശികളിലോ അല്ലെങ്കിൽ തുലാം രാശിയിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അത് യോഗകാരകനാണ്. അപ്പം അങ്ങനെയുള്ള ശനി നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുമ്പോൾ ഗോചരത്തിൽ അതിപ്പോൾ കണ്ടകശനിയെന്നോ ഏഴരാണ്ട ശനിയെന്നോ ജന്മശനിയെന്നോ അഷ്ടമശനിയെന്നോ ഏത് ശനി പറഞ്ഞാലും അത് നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമേ ആകത്തില്ല. കാരണം അത് വലിയ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല. മറിച്ച് ശനി മോശവാനാണ്, അനിഷ്ടഭാവസ്ഥനാണ്, ബലഹീനനാണെങ്കിൽ ഈ പറയുന്ന ഭാവത്തിലൊക്കെ ശനി സഞ്ചരിക്കുമ്പോൾ ദോഷം ചെയ്യുകയും ചെയ്യും. മീനത്തിലെ ശനി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കുറേ മെച്ചമൊക്കെ ഉണ്ടാക്കിത്തരും. കാരണം 6ാം ഭാവം അനുകൂല ഭാവമാണ്. അതുപോലെ മീനൻ രാശിയിലെ ശനിയും കുറേ മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ തരുന്നതാണ്. 5ാം ഭാവാധിപൻ 6ൽ വരുന്നത് മനസ്സിൽ ചില ശത്രുതാപരമായ, അതായത് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയൊക്കെ ഉണ്ടാക്കാം. മക്കൾ ശത്രുക്കളെ പോലെ അഥവാ അന്യരെ പോലെയൊക്കെ പെരുമാറിയെന്ന് വരാം. ശനി മോശമായിട്ടുള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ ഗുണമൊന്നും ചെയ്യത്തുമില്ല. തുലാം രാശിക്കാരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ, മിഥുനമാസത്തിലെ ഫലം നോക്കുമ്പോൾ രാഹുവ്, ശുക്രന്, സൂര്യന് ഇവരൊന്നും അത്ര വലിയ മെച്ചമൊന്നും നൽകുന്നില്ല. അനുകൂല ഭാവത്തിൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശുക്രൻ ജൂൺ 29 മുതൽ നല്ല ഭാവത്തിലാണ്. അപ്പൊ ദോഷശാന്തിക്കായിട്ട് ശുക്രനെ സംബന്ധിച്ച് ജൂൺ 29 മുമ്പ് ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ആദിത്യനെ സംബന്ധിച്ച കാര്യങ്ങൾ, അതിന് ശിവന് വഴിപാട് നടത്തുക. രാഹുവിന്റെ സ്ഥിതി അത്ര നല്ലതല്ല. അപ്പൊ സർപ്പങ്ങൾ 100 പാലും ഒക്കെ കഴിക്കുക, അതുപോലെ ആരാധന നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുകൂലമല്ലാതെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷത്തിന് കുറച്ച്
കുറവൊക്കെ വരും, അല്ലെങ്കിൽ അതിൻ്റെ പവർ ഒന്ന് കുറയും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ തുലാം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുനമാസം അത്ര വലിയ മോശപ്പെട്ട ഒരു മാസമൊന്നുമല്ല. എന്നാൽ ചില വിഷയങ്ങളിൽ ചില അപര്യാപ്തതകളും അതുപോലെ മോശമായ സാഹചര്യമൊക്കെ ഉണ്ടാകാം. അതറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മാസം വളരെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.